അപ്പർ ലിവിങ്ങിന് വലിയ പ്രാധാന്യം നൽകാത്ത രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി ഏരിയയുമാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു അപ്പർ ഫ്ലോറിൻ്റെ റൂഫിങ്ങിന് പ്രത്യേകതയാണ് ഇവിടെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ധാരാളം സൺലൈറ്റ് എപ്പോഴും വീട്ടിനുള്ളിലേക്ക് കിട്ടും. ഡൈനിങ്ങിൽ നിന്നാണ് സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ വുഡൻ ത്രെഡ്സ് വെച്ചിട്ട് ഹാൻഡ് റെയിൽസ് ഗ്ലാസ് വിത്ത് വുഡ് എന്ന കോൺസെപ്റ്റിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. വുഡൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇത് കയറി മേലെ അപ്സ്റ്റെയറിൽ എത്തിക്കഴിഞ്ഞാൽ അപ്സ്റ്റെയറിൽ ഒരു പാസേജ് വഴി നമ്മൾ ഓപ്പൺ ടെറസിലേക്കും ഒരു 3 ബെഡ്റൂമിൽ കണക്ട് ചെയ്തിട്ടുള്ള പാസേജ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് മേലെ ഒരുക്കിയിട്ടുള്ളത്. ചെറിയൊരു ഹാൾ, ചെറിയൊരു സ്പേസ്, സിറ്റിംഗ് സ്പേസ് മാത്രമേ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. മാക്സിമം ലൈറ്റ് മേലെ നിന്ന് കിട്ടുന്ന രീതിയിലാണ് റൂഫ് അവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. മേലെ ഫസ്റ്റ് ഫ്ലോറിൽ മെയിനായിട്ട് പറയാനുള്ളത് കിഡ്സ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മാസ്റ്റർ ബെഡിൻ്റെ മേലെ തന്നെ അതേ വലുപ്പത്തിൽ വരുന്ന 2 ബെഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റഡി ടേബിളും സീറ്റിംഗ് കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് ഒരു നല്ലൊരു രീതിയിൽ ഒരു കിഡ്സ് ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ജിം, ഒരു കോമൺ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് തന്നെ ഒരു ടി വി ഒക്കെ വെച്ചിട്ട് ഒരു കോർട്ട് യാർഡിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ, താഴോട്ട് സീൻ ബിലോ കിട്ടുന്ന രീതിയിൽ അത് ക്രമീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടുണ്ടായിരുന്നത് ഒരു പഴയ വീട്ടിലായിരുന്നു. പുതിയൊരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടി സൗകര്യമുള്ളൊരു വീട് വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഈ വീടിൻ്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വീടിൻ്റെ ഒരു അമ്പല പരിസരവും അതേപോലെ തന്നെ കിഴക്കേ കോവിലകത്തിൻ്റെ പരിസരമായത് കാരണം അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഇതുമായി ബ്ലെൻഡ് ചെയ്ത് പോകണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്ലോട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഒരു കുളം ഉണ്ടായിരുന്നു, ഒരു കിണറുണ്ടായിരുന്നു. അപ്പോൾ വാസ്തു അതുമായി ബന്ധപ്പെട്ട് അത് രണ്ടും നിലനിർത്തിയിട്ടുള്ളൊരു പ്ലാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഹൈലൈറ്റ് കൺസ്ട്രക്ഷൻസിനെ സമീപിച്ചതും ഞങ്ങൾ ഡിസൈനറായിട്ടുള്ള മിസ്റ്റർ എഞ്ചിനീയർ രവിശങ്കറുമായിട്ട് സംസാരിക്കുകയുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആദ്യ ഒരു കാര്യം ഈ 2 വീടിന് അടുത്തായി ഉള്ള കുളവും അതേപോലെ തന്നെ കിണറും നിലനിർത്തിക്കൊണ്ടുള്ളൊരു ഫ്ലോർ പ്ലാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഫ്ലോർ പ്ലാൻ തയ്യാറാക്കി തന്നത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തച്ചുശാസ്ത്രത്തിന് പ്രാധാന്യം ഊന്നൽ നൽകിയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ജീവിക്കാനൊക്കെ അല്ലെങ്കിൽ താമസിക്കാനും ഫാമിലിയായിട്ട് ഇടപഴകാനും ഒക്കെ വളരെ സന്തോഷവും ശാന്തിയും അതേപോലെ തന്നെ ആരോഗ്യവും ഇവിടെ ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ക്ലയൻറ്റിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ് ആർക്കിടെക്ട് രവിശങ്കർ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഡിസൈൻ പരീക്ഷിക്കാവുന്നതാണ്. മാസ്റ്റർ ക്രാഫ്റ്റ് സീസൺ 2ൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.